ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിലുള്ള ഒരു വളറ്റിലിറ്റിക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. ആഴ്ചയുടെ തുടക്കത്തിൽ ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് US-ഇറാൻ ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയെക്കുറിച്ചുള്ള സൂചനകളും അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില $100 താഴേക്ക് പോയതും മാർക്കറ്റിൽ നല്ലൊരു ഉണർവായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ അവസാന ദിവസത്തെ ട്രേഡിംഗ് സെഷനിലാണ് വലിയൊരു തകർച്ച നേരിട്ടത്. ഇപ്പോൾ MSCI അഥവാ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണലിന്റെ ഇൻഡെക്സ് സൂചികകളിൽ വന്ന മാറ്റങ്ങൾ അത് കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പണം പിൻവലിച്ചതും ലാസ്റ്റ് ട്രേഡിംഗ് ഡേയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയതായിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന സിംഗിൾ ഡേ FII ഔട്ട്ഫ്ലോ ആണ് ലാസ്റ്റ് ഫ്രൈഡേ നടന്നത്. ഇപ്പോൾ 2026 തന്നെ മുൻ റെക്കോർഡ്, അതായത് ഏപ്രിൽ 2 നടന്ന 19,837 കോടിയുടെ വിൽപ്പനയായിരുന്നു ഇതിനു മുമ്പത്തെ ഹയസ്റ്റ്. അതിന് മറികടന്നുകൊണ്ട് മെയ് 29 21,105 കോടിയുടെ റെക്കോർഡ് വിൽപ്പനയാണ് അവർ നടത്തിയത്. എന്നാൽ ഇവിടെ അത്രമാത്രം ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് കാണാൻ കഴിയുക. കാരണം മാർക്കറ്റിൽ നിന്നും പണം അവർ പൂർണ്ണമായിട്ട് പിൻവലിച്ചത് കൊണ്ടല്ല ഈ ഒരു വൻ തുക കാണിക്കുന്നത്. കാരണം FIS 89,733 കോടിയുടെ ഓഹരികൾ വാങ്ങുകയും 1,10,000 കോടിയുടെ ഓഹരികൾ വിൽക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അവിടെ വലിയ തോതിലുള്ള വാങ്ങലും നടന്നിട്ടുണ്ട്. എന്നാൽ അവിടെ വിൽക്കൽ കൂടുതലായതുകൊണ്ട് ആ ഒരു നെറ്റ് വാല്യൂ അതാണ് 21,000 കോടിയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു സെല്ലിംഗ് അല്ല നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ വർഷവും മെയ് മാസത്തെ അവസാന ദിവസങ്ങളിലാണ് ഇപ്പോൾ മോർഗൻ സ്റ്റാൻലിയുടെ ഈ ഒരു MSCI ഇൻഡെക്സ് റീബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിലും 2024, 2025 മെയ് അവസാന വാരം ഇതേപോലെ ഒരു റീബാലൻസിങ് കാരണം FISന്റെ ഔട്ട്ഫ്ലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു റീബാലൻസിങ്ങോടെ ഇന്ത്യയുടെ പല കമ്പനികളുടെയും വെയിറ്റേജ് ഈ ഇൻഡെക്സിൽ കുറയുന്നുണ്ട്. എന്നാൽ അവിടെ കൂടുതലായിട്ട് ചില കമ്പനികൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ MSCI ഇൻഡെക്സ് ഫോളോ ചെയ്യുന്ന ഫോറിൻ ഫണ്ടുകൾ തീർച്ചയായിട്ടും അവരുടെ പോർട്ട്ഫോളിയോയിലും ഈ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെൽ ഓഫ് ആണ് നമ്മൾ കണ്ടത്. ഇതുകൂടാതെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള മൺസൂൺ ഫോർകാസ്റ്റ് ഡൗൺഗ്രേഡ് അതും മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ മൺസൂൺ അത് സാധാരണ കിട്ടുന്നതിനേക്കാൾ കുറവായിരിക്കുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. അപ്പോൾ ഇത് ഗ്രാമീണ മേഖലയിലെ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് കുറയാൻ കാരണമായേക്കാം. അത് ഫുഡ് ഇൻഫ്ലേഷനെ ബാധിക്കുമെന്നുള്ള ആശങ്കയും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ US-ഇറാൻ ആ ഒരു സീസ് ഫയർ കരാറിന്മേൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള സ്ഥിരീകരണം വരാത്തതും നിക്ഷേപകരെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീക്കെൻഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ലാഭമെടുപ്പാണ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ സഡൻ ഫോളിന് കാരണമായത്. ഓവറോൾ ബ്രോഡ് മാർക്കറ്റിൻ്റെ ഇൻഡിസസിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ ലാസ്റ്റ് വീക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും ഓവറോൾ Nifty 50 മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 0.7%. പക്ഷേ Nifty Next 50യും Nifty മിഡ് ക്യാപ് 150യും സ്മോൾ ക്യാപ് 250യും മൈക്രോ ക്യാപ് 250യും ഒക്കെ പോസിറ്റീവിലാണ് ക്ലോസിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓവറോൾ പെർഫോമൻസ് Nifty 50 ഒഴിച്ചുള്ള ഇൻഡെക്സുകളൊക്കെ 1% കൂടുതലുള്ള പോസിറ്റീവാണ് കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ആഴ്ച വലിയ ഫോള് ഏതെങ്കിലും ഒരു സെക്ടറിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ Nifty മീഡിയ, PSU ബാങ്ക്, Nifty എനർജി, Nifty MNC, Nifty മെറ്റൽ, Nifty ഓട്ടോ, Nifty റിയാലിറ്റി ഇവിടെയൊക്കെ 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ Nifty IT, Nifty കമ്മോഡിറ്റീസ്, Nifty ബാങ്ക് തുടങ്ങിയവയൊക്കെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. എന്നാൽ Nifty ഫാർമ, Nifty PSC, Nifty FMCG, Nifty CPSE ഇവിടെയൊക്കെയാണ് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് കാണുന്നത്. അതും 1% മാത്രമുള്ള ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ഇതുകൂടാതെ നമ്മുടെ മറ്റ് പല മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ആഴ്ച അവിടെ വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിലാണ് അതൊക്കെ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യ വിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 15 താഴെ പോയിരുന്നു. എന്നാൽ അവസാന ദിവസത്തെ സെൽ ഓഫ് കാരണം 16 തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അപകടകരമല്ലാത്ത അവസ്ഥയിലാണ് ഇന്ത്യ വിക്സ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ വളറ്റിലിറ്റി വളരെ കുറവാണ്. അതുപോലെ ഇന്ത്യൻ റുപ്പിയും വലിയ തോതിൽ ശക്തി പ്രാപിച്ചതായിട്ട് കാണാം. കാരണം കഴിഞ്ഞ ആഴ്ച 94.9, 95.7 ഈ ഒരു റേഞ്ചിനിടയിലായിരുന്നു ത്രൂ ഔട്ട് ട്രേഡിംഗ് നടന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ US-ഇറാൻ സമാധാന ചർച്ചകളിലുള്ള പുരോഗതിയും അതുപോലെ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുള്ള കുറവും RBIയുടെ ഇടപെടലുമൊക്കെ ശക്തമായ ഒരു തിരിച്ചുവരവിനെ ഇന്ത്യൻ റുപ്പിയെ സഹായിച്ചു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ. കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ത്രൂ ഔട്ട് അത് $100 റേഞ്ചിൽ ഉണ്ടായിരുന്നത് അവസാനം നമ്മൾ കാണുന്നത് 92 എന്നുള്ള റേഞ്ചിലേക്ക് താഴോട്ടേക്ക് വന്നതായിട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷണമായിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഗോൾഡ്, സിൽവർ പ്രൈസിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്റർനാഷണൽ ലെവലിൽ ഡോളറിൽ പെർ ഔൺസിൽ 4,500 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് ഗോൾഡ് നിൽക്കുന്നത്. സിൽവർ ആണെങ്കിൽ 75 എന്ന ആ ഒരു നിർണായക ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗോൾഡ് ബേസ് കഴിഞ്ഞ ആഴ്ച 1.42 നെഗറ്റീവ് ആയിരുന്നു. സിൽവർ ബേസും
2.4% നെഗറ്റീവ് ആയിരുന്നു. കൂടാതെ US ബോണ്ട് ഈൽഡ് ആ 4.5 എന്നുള്ള റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബോണ്ട് ഈൽഡിലുള്ള ഈ ഒരു വളർച്ച തീർച്ചയായിട്ടും FIAസിനെ സെല്ലിങ്ങിന് പ്രേരിപ്പിക്കുന്നുണ്ട്. എങ്കിലും 4.5 എന്ന ലെവലിൽ നിന്നും 4.4 ലെവലിലേക്ക് അത് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഡോളർ ഇൻഡെക്സും 98, 99 എന്ന ലെവലിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിനെ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും സ്വാധീനിക്കാൻ പോവുക എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം RBIയുടെ MPC മീറ്റിംഗ് ആണ്. ജൂൺ 3 മുതൽ ജൂൺ 5 വരെയാണ് ഈ മീറ്റിംഗ് നടക്കുക. 3 ദിവസങ്ങളായിട്ടാണ് ഇത് നടക്കുക. അപ്പോൾ RBI ഗവർണറായിട്ടുള്ള സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സമിതി വെള്ളിയാഴ്ച ഈ യോഗത്തിന്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. അപ്പോൾ SBIയുടെ റിസർച്ച് റിപ്പോർട്ടുകളും പല എക്കണോമിക് അനലിസ്റ്റുകളുടെയും ഒക്കെ വിലയിരുത്തൽ അനുസരിച്ചിട്ട് ഈ പലിശ നിരക്കിൽ വലിയ മാറ്റം ഉണ്ടാവില്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള റിപ്പോ നിരക്കായിട്ടുള്ള 5.25 മാറ്റം വരാതെ RBI ഇത്തവണയും ഒരു പോസ് ആയിട്ടുള്ള നിലപാടെടുക്കാനാണ് സാധ്യത. കാരണം ഇൻഫ്ലേഷൻ്റെ ഭീതി പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാകാത്തതും അതുപോലെ ഗ്ലോബൽ എക്കണോമിക് അൺസർട്ടനിറ്റി ഇപ്പോഴും ശാന്തമാകാത്തതും RBI സംബന്ധിച്ചിടത്തോളം പലിശ നിരക്ക് കുറക്കുന്നത് ഇപ്പോൾ ആത്മഹത്യാപരമായിരിക്കും. ഇതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ള ഈ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട മഴ കുറയും എന്നുള്ള ഒരു ആശങ്ക അത് ഫുഡ് ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുമോ എന്ന കാര്യത്തിൽ RBIയുടെ ആശങ്ക ചിലപ്പോൾ പങ്കുവെക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ക്രൂഡ് ഓയിൽ വിലയും CPI ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻസും എങ്ങനെയായിരിക്കും എന്ന് തീർച്ചയായിട്ടും മാർക്കറ്റ് ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇതുകൂടാതെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഈ ഒരു ഇടിവ് അത് പരിഹരിക്കാൻ RBI എടുക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് ഒരുപക്ഷെ ഈ മീറ്റിംഗ് ഔട്ട്കമ്മിൽ കാണാൻ കഴിയും. കൂടാതെ GDP വളർച്ചാ നിരക്ക് എങ്ങനെയായിരിക്കും എന്നതിൻ്റെ സൂചനകളും നമുക്ക് ഈ മീറ്റിംഗിൽ ഔട്ട്കമ്മായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ RBIയുടെ MPC മീറ്റിംഗ് നമ്മുടെ മാർക്കറ്റിന് കൃത്യമായ ഒരു ഡയറക്ഷൻ തരാൻ സാധ്യതയുള്ള ഒരു മേജർ ഇവൻ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് അത് കാണാവുന്നതാണ്. മറ്റൊന്ന് മെയ് മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ അത് തിങ്കളാഴ്ച മുതൽ പുറത്തു വരാൻ തുടങ്ങും. അപ്പോൾ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമായിട്ട് ടാറ്റ മോട്ടോഴ്സും മാരുതി സുസുക്കിയും മഹീന്ദ്രയും ഒക്കെ മെയ് മാസത്തിൽ നല്ല തോതിൽ പാസഞ്ചർ വെഹിക്കിളും അതുപോലെ തന്നെ SUVസും വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നാണ് സ്ട്രീറ്റ് എസ്റ്റിമേഷൻ ഫോർകാസ്റ്റുകൾ നൽകുന്ന സൂചന. കൂടാതെ മെയ് മാസത്തിൽ ഏറ്റവും വലിയ സവിശേഷത EV വിൽപ്പനയിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പെട്രോൾ ഡീസൽ വില വലിയ തോതിൽ വർദ്ധിച്ചത് ആളുകളെ കൂടുതലായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെയ് മാസത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന അത് എത്ര ശതമാനം വളർന്നിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 2 വീലർ മാർക്കറ്റിലും ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് മാർക്കറ്റ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ TVS, ബജാജ്, ഐഷർ തുടങ്ങിയ കമ്പനികൾ 12 മുതൽ 18% വരെ വളർച്ച നേടിയിട്ടുണ്ടാകുമെന്നാണ് എസ്റ്റിമേഷൻ. അപ്പോൾ അവയിൽ തന്നെ ഇലക്ട്രിക് 2 വീലറുകളുടെ സെയിൽസ് ആണ് കൃത്യമായിട്ട് മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഡാറ്റ. ഇതേപോലെ റൂറൽ മാർക്കറ്റിലുള്ള ആ ഒരു ഉണർവ് കാരണം ട്രാക്ടർ വിൽപ്പനയിലും 4% മുതൽ 15% ഒരു പോസിറ്റീവ് വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ കമേഴ്ഷ്യൽ വാഹനങ്ങൾ അവിടെ ഡീസൽ വിലക്കയറ്റവും അതുപോലെ തന്നെ ഉയർന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഈ വിഭാഗത്തിൽ വളർച്ച മന്ദഗതിയിലാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അശോക് ലൈലൻഡ്, ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്നിവയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജൂൺ 1 പുറത്തു വരുന്ന കൃത്യമായ ഡാറ്റ അത് ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളെ തീർച്ചയായിട്ടും ലൈം ലൈറ്റിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഡാറ്റ ആയിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ-US ആ ഒരു ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ്. അവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു ഉന്നതതല സംഘം ജൂൺ 1 മുതൽ 4 വരെ ഇന്ത്യ സന്ദർശിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഇൻ്ററിം ട്രേഡ് അഗ്രിമെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അവസാനവട്ട ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സന്ദർശനം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ US അംബാസഡർ ആയിട്ടുള്ള സെർജിയോ ഗോർ ഈ കരാറുമായി ബന്ധപ്പെട്ട് 99% ചർച്ചകളും പൂർത്തിയായതായിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരും ആഴ്ചകളിലോ മാസങ്ങളിലോ 2 രാജ്യങ്ങളും ഈ ഒരു ഹിസ്റ്റോറിക്കൽ ട്രേഡ് ഡീല് ഒപ്പുവെക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്താനിരിക്കുന്ന 25% നിന്നും അത് 18% കുറയും. പകരമായിട്ട് US നിന്നും വരുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ വലിയ തോതിലുള്ള നികുതി ഇളവ് നൽകും. കൂടാതെ $500 ബില്യൺ ഒരു വ്യാപാരം ഇന്ത്യ US അടുത്ത 5 വർഷത്തിനുള്ളിൽ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ FIAs ഒരുപക്ഷെ ഈ ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും പോസിറ്റീവായിട്ട് കാണാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാകുന്നതോടെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയുമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ വളറ്റിലിറ്റി കുറേയൊക്കെ കുറയാൻ ഇത് ഒരുപക്ഷെ സഹായിച്ചേക്കും. അപ്പോൾ ഈ ഒരു ഡീല് വരുന്നതോടെ നേട്ടമുണ്ടാകാൻ പോകുന്ന സെക്ടറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് മേഖലയാണ്. അപ്പോൾ ആ മേഖലയിലുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഓട്ടോ കമ്പോണൻറ്റ്സ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഈ ഒരു മേഖലയിലുള്ള സ്റ്റോക്കുകളും അവരുടെ ഓട്ടോ പാർട്സ് വ്യാപകമായിട്ട് US എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ അവിടെയും നമ്മൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ടി വരും. കൂടാതെ IT, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ ഈ കൂടുതൽ ടെക്നോളജിക്കൽ ഇൻപുട്സ് അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നതിനാൽ ഇന്ത്യൻ IT സെഗ്മെൻറ്റിലും ഒരു ഉണർവ് ഒരു പക്ഷേ ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ US കയറ്റുമതി ചെയ്യുന്ന ഈ കെമിക്കൽസ്, അതുപോലെ ജെംസ്, ജ്വല്ലറീസ്, ഈ ഒരു മേഖലയിലെ സ്റ്റോക്കുകളിലും ഇത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ജൂൺ ഫസ്റ്റ് വീക്കിൽ ഈ ചർച്ചകളിൽ ഒരു അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ ഒരു ബൗൺസ് ബാക്കിന് റെഡിയായി നിൽക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പോസിറ്റീവായിട്ടൊരു വാർത്തയായിരിക്കും. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്നിക്കൽ ചാർട്ടുകൾ പ്രകാരം വരും ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 23,750, 23,800 ലെവലുകളാണ്. അതുപോലെ 24,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുമുണ്ട്. സപ്പോർട്ട് സൈഡിലേക്ക് 23,500 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. അത് തകർന്നാൽ മാത്രമേ 23,300, 23,250 ലെവലിലേക്ക് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നിലവിൽ ഈ പുട്ട് കോൾ റേഷ്യോ 1 താഴെ പോയിരിക്കുകയാണ്. വളരെയധികം താഴോട്ട് പോയി 0.5 എന്ന ലെവലിലൊക്കെ ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഇത്രയും കുറഞ്ഞ PCR സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിംഗ് ഉണ്ടാവുമെന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബൗൺസ് ബാക്ക് നമുക്ക് മൺഡേ പ്രതീക്ഷിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലെവൽ 23,722 എങ്കിലും ഓവർനൈറ്റ് ഉണ്ടാകുന്ന ട്രംപിൻ്റെയോ അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നോ അതല്ല ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെങ്കിൽ കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.